immortality through dhyana yoga, uprooting the gunas 3. He do control breathe in Mooladhara and course it alternate through the nadi left and right. In time, measures prescribed will be immortal made by him that he is king of beings heavenly. അതിലെന്ത് എക്സ്പ്ലനേഷൻ എന്താണ് പറയുന്നത്? ഇത് അപ്രൂട്ടിംഗ് ദ ഗുണാസ്, ഈ ഊർധ്വമൂലമത ശാഖം എന്നുണ്ടല്ലേ ഗീതയില്, അങ്ങനത്തെ ഒരു ഐഡിയ വരുന്നുണ്ട്. പ്രാണായാമത്തെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഗുണാസ് പറയുന്നുണ്ട്. ഗുണാസ് മുക്കുണ ഇത് വന്ന് ത്രൂ മൂലാധാര മെഡിറ്റേഷൻ വി ക്യാൻ കൺട്രോൾ ദി 3 ഗുണാസ്. 3 ഗുണാസ് എന്ന് പറഞ്ഞാൽ 3 ഗുണത്തിൽ ഒരു ഗുണം വേണം, 3 ഗുണം വന്ന് തമസ് കൺട്രോൾ ചെയ്യണം, രജസ് കൺട്രോൾ ചെയ്യണം. പക്ഷേ സത്വ ഗുണം നിങ്ങൾക്ക് ഹയർ ലെവലിൽ ഇരുന്നാലേ ഇത് കിട്ടും, എന്തോന്ന് യോഗ റിസൾട്ട് ആൻഡ് ജ്ഞാന നല്ല റിസൾട്ട് കിട്ടും. സോ മുക്കുണ മൂലത്തെ ചിക്കനെ മൂടി തിരിത്ത് പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിൽ 3 ഗുണവും ഒരുത്തർക്ക് ഫുൾ ആൻഡ് ഫുൾ അവരുടെ കൺട്രോളിൽ, അതായത് ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഫോമിലാണ് ഇരിക്കുന്നത് എല്ലാവരുടേതും. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഒരാളെ 100% തമസ് എന്ന് പറയാൻ ഒക്കില്ല, ഒരാളെ 100% അവർ രജസ് എന്നും പറയാൻ ഒക്കില്ല. എല്ലാം ഉള്ള മിക്സർ അതിൽ തമോ ഗുണം രജോ ഗുണത്തെ കൺട്രോളിൽ വന്നിട്ട് സത്വ ഗുണത്തെ കൂടുതൽ കൊണ്ടുവന്നാണ് മെഡിറ്റേഷൻ നല്ല സ്ട്രോങ് ആകും. തക്ക ഇല വലം ഇടം നാളികൈ സാധിത്ത് പൈക്കും ഉയർനിലൈ വാനവർ കോനെ. വലം ഇടം സാധിക്കുമെന്ന് വെച്ചാൽ അവിടെ പ്രാണായാമം വരണം, അതാണ് വലം ഇടം സാധിക്കുന്നത്. അത് സാധിക്കുന്നത് ചെയ്ത് മൂലാധാരം മെഡിറ്റേഷൻ ചെയ്താൽ 3 ഗുണത്തെയും കൺട്രോൾ ചെയ്യാം. ഒന്ന്. രണ്ടാമത് നാളികൈ എന്ന് വെച്ചാൽ 24 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇടകല പിങ്കല രണ്ടിൻ്റെയും എനർജി ഫ്ലോ ഉണ്ടാക്കக்கூடிய പ്രാണായാമം. ഇടത് വലത് ഉണ്ടാക്കുന്ന പ്രാണായാമം എന്ന് പറഞ്ഞാൽ നാഡീശോധന ആൻഡ് അമലോമ വിലോമ, ഇത് 2 മണി ഇടം വലം രണ്ടും ഈക്വലായിട്ട് പിടിച്ച് നിങ്ങൾ മൂലാധാര മെഡിറ്റേഷൻ ചെയ്താൽ വാനവർ കോന എന്ന് വെച്ചാൽ ദ ജീവ വിൽ ബികം ശിവ. ശിവ വിൽ എലിവേറ്റ് ദി ആത്മൻ ടു ഹിസ് ലെവൽ. അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇന്നത്തെ മെഡിറ്റേഷൻ മൂലാധാര മെഡിറ്റേഷൻ. ഓക്കെ, മൂലാധാര മെഡിറ്റേഷനാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ എന്ത് ചെയ്യണം. ഫസ്റ്റ് വി ആൾവേസ് സ്റ്റാർട്ട് വിത്ത് ഗുരുഭ്യോ നമഃ, ഗംഗായ നമഃ, വിഘ്നേശ്വരായ നമഃ, ഇതല്ലേ ചെയ്യുന്നത്. ശിവായ നമഃ, അതൊക്കെ ചെയ്യണം. അത് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ചെയ്യണം. ആദ്യം ചെയ്തിട്ട് റൊട്ടേഷൻ, ഐബാൾ റൊട്ടേഷൻ, നാഡീശോധന. പിന്നെ നിങ്ങൾക്ക് മൂലാധാര മെഡിറ്റേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് മൂലാധാര ആക്ടിവേഷൻ 5 മിനിറ്റ്സ് വേണം. അതിപ്പോൾ അവിടെ എനർജി ഫ്ലോ ഉണ്ടാക്കണമെങ്കിൽ ഏത് നാഡി ഓപ്പൺ ആകണം? മൂലാധാരത്തിൽ ഏത് നാഡിയാണ് കണക്റ്റ് ആയിരിക്കുന്നത്? മൂലാധാരത്തിരിക്കുന്നത് പിങ്കല. മൂലാധാര അപാന പിങ്കല. അപ്പോൾ പിങ്കല നാഡിയിൽ ഇത് എനർജി ഫ്ലോ ഉണ്ടാക്കിയാൽ മൂലാധാര മെഡിറ്റേഷൻ നല്ല വരും. അപ്പം പിങ്കല നാഡിയെ മെഡിറ്റേഷൻ കൊണ്ടുവരണമെങ്കിൽ എവിടെ? സൂര്യഭേദ. നമ്മൾ മറ്റേ നാഡീശോധന ആൾറെഡി ചെയ്തു. ഇപ്പോൾ സൂര്യഭേദം കൂടെ ആഡ് ചെയ്താൽ മൂലാധാരത്തെ എനർജി ഫ്ലോ ഇൻക്രീസ് ആവും.
അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് മൂലാധാരത്തിൽ എനർജി ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആസനം ആഡ് ചെയ്യണം. അപ്പോൾ ഏത് ആസനം മൂലാധാരത്തിന് എനർജി ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നത്? അർത്ഥ മത്സ്യേന്ദ്രാസന അല്ല, ഇത് ഉട്കട്ടാസന. ഉട്കട്ടാസന ഒന്ന് മൂലാധാരത്തിൽ എനർജി ഫ്ലോ ഒരു 3 പ്രാവശ്യം ചെയ്യണം. അത് ചെയ്യണം. മൂലാധാര ആക്ടിവേഷന് ഉട്കട്ടാസനമാണ് ഫസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഈ വിനായകരുടെ ഈ മറ്റേ വിനായകരുടെ ഇത് മറ്റേ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഇടുന്നല്ലോ, എന്തോന്ന് കേത്താൻ ഇടുന്നതാണ് ഗണേശാസന. അത് ചെയ്താലും മൂലാധാരം കുറച്ചുകൂടെ. അപ്പോൾ എനർജി ഫ്ലോ ത്രൂ ആസന ആൻഡ് പ്രാണായാമം എനർജി ഫ്ലോ ഇൻക്രീസായി. അപ്പോൾ ഇൻക്രീസ് ആയപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇപ്പം മൂലാധാര കോൺസെൻട്രേഷൻ ആക്ടിവേഷൻ ഫോർ 5 minutes. അത് കഴിഞ്ഞിട്ട് കുറച്ച് മൂലബന്ധ കുറച്ച് ചെയ്യണം. മൂലബന്ധ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒന്ന് മൂലാധാര മെഡിറ്റേഷൻ. മൂലാധാരത്തിൽ പല ടൈപ്പ് മെഡിറ്റേഷൻ ഇരിക്കുകയാണ്. അതിൽ അന്ധകരണ മെഡിറ്റേഷൻ നിങ്ങൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. മൂലാധാരത്തെ അന്ധകരണ മെഡിറ്റേഷൻ, അന്ധകരണ പ്രത്യാഹാര ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മൂലാധാരത്തിൽ ഒരു ബ്രൗൺ കളർ എനർജി അത് മൂലാധാര അതിനെ ധ്യാനം ചെയ്യുക. അതിൻ്റെ സിമ്പിൾ ഡൗൺവേർഡ് ട്രയാങ്കിൾ സിമ്പിൾ കുറച്ച് നേരം ചെയ്തിട്ട് കണ്ണമൂടി ധ്യാനം ചെയ്യുമ്പോൾ ഈ എനർജി, ഈ മൂലാധാരത്തിലുള്ള എനർജി സഹസ്രാരത്തിന് പോകണം. സഹസ്രാരത്തിൽ പോയാലേ ഹി വിൽ ബിക്കം ശിവ. എനർജി എപ്പോഴും സഹസ്രാരത്തിൽ പോയി ആ കലകൾ ഒടുങ്ങിയാൽ ഫുൾ റിയലൈസേഷൻ കിട്ടും. അത് ചന്ദ്രയോഗയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ചന്ദ്രയോഗയിൽ റൈറ്റ് സൈഡ് എനർജി പോയി എല്ലാം വന്ന് ചന്ദ്രകലാധരം ആവും ആത്മാവ്. അങ്ങനെ ഒരു മെഡിറ്റേഷനാണ് ഇതിൽ ചെയ്യുന്നത്. മൂലാധാര മെഡിറ്റേഷനിൽ 2-3 എനർജി കൺട്രോൾ ചെയ്യുന്ന മെഡിറ്റേഷനുണ്ട്. ചിത്തം, ബുദ്ധി, മനോ, അഹങ്കാരം കൺട്രോൾ ചെയ്യുന്നതാണ് നിങ്ങൾ ആൾറെഡി. ഇപ്പോൾ 3 ഗുണങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ്. 3 ഗുണങ്ങൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തമസ്, രജസ്, സത്വം. അത് നാഡി ചാനലിൽ ഇടകലയിൽ തമസ്, പിംഗലയിൽ രജസ്, സത്വത്തിൽ ഒന്ന് സുഷുമ്നാ നാഡി ഒന്ന് ഇത് എനർജി ഫ്ലോ വരുമ്പോഴാണ് സത്വ ഗുണം മേലിട്ട്. അതിലാണ് സ്പിരിച്വൽ എനർജി മെഡിറ്റേഷനൊക്കെ സക്സസ്ഫുൾ ആകുന്നത്. ഓക്കെ. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് എനർജി ഫ്ലോ നിങ്ങൾ ഇത് കൊണ്ടുപോകുമ്പോൾ, അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ ഇപ്പോൾ ഒരു ക്ലാസ് ഇത് 10ാമത്തെ ദിവസം കംപ്ലീറ്റ് ആകുന്നു. ഓക്കെ. അത് കംപ്ലീറ്റ് ആകുകയാണ്.